friends, welcome back to my channel. ഇന്ന് നമ്മൾ ഫിസിക്സിന്റെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന ചാപ്റ്ററിന്റെ തേർഡ് പാർട്ടിലേക്കാണ് കടക്കാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടിൽ സീരീസ് കണക്ഷൻ എന്താണെന്നും സീരീസ് കണക്ഷനിലും പാരലൽ കണക്ഷനിലും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും അത് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ യൂസസിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക്. Electrical heating appliances are instruments that make use of the heating effect of electric current. Electrical heating appliances എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അവ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് യൂസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 19 3 ഡിവൈസസിന്റെ ഫിഗർ തന്നിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. എന്നിട്ട് ആ ഫിഗറിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിന്റെ താഴെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതെന്താണെന്നൊന്ന് നോക്കാം. Name the part in which electrical energy changes into heat energy. ഈ ഡിവൈസസിൽ ഇലക്ട്രിക്കൽ എനർജിനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പാർട്ട് ഏതാണെന്നാണ് എഴുതേണ്ടത്. ആ പാർട്ടിന്റെ പേരാണ് ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് കോയിൽ എന്ന പാർട്ടിലാണ് ഇലക്ട്രിക്കൽ എനർജിനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് അപ്ലയൻസസിൽ ഇലക്ട്രിക്കൽ എനർജിനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഹീറ്റിംഗ് കോയിൽ എന്ന പാർട്ടിലാണ്. Which material is used to make this part? ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കാനായിട്ട് ഏത് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? നിക്രോം എന്ന മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിക്രോം is an alloy of nickel, chromium and iron. നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ എന്ന ഈ 3 സബ്സ്റ്റൻസ് വെച്ചാണ് നിക്രോം എന്ന പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. What are the peculiarities of nichrome? നിക്രോമിന്റെ പെക്യുലാരിറ്റീസ്, അതായത് പ്രത്യേകതകൾ എന്തെല്ലാമാണെന്ന് നോക്കിക്കേ. ഹൈ റെസിസ്റ്റിവിറ്റി, എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, തെർമൽ എക്സ്പാൻഷൻ ഇസ് നെഗ്ലിജിബിൾ. അപ്പൊ എന്തെല്ലാമാണ് നിക്രോമിന്റെ പെക്യുലാരിറ്റീസ്? ഹൈ റെസിസ്റ്റിവിറ്റി, പ്രതിരോധിക്കാനുള്ള ശേഷി കൂടുതലാണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്. ഓക്സിഡൈസ്ഡ് ആവാതെ റെഡ് ഹോട്ട് കണ്ടീഷനിൽ ഒരുപാട് നേരം തുടരാനായിട്ട് ഇതിന് സാധിക്കുന്നത്. ലാസ്റ്റ് വൺ, തെർമൽ എക്സ്പാൻഷൻ ഈസ് നെഗ്ലിജിബിൾ. നിക്രോമിന്റെ പെക്യുലാരിറ്റീസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകൂടി പറയാം. നിക്രോമിന്റെ പെക്യുലാരിറ്റീസ്: ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, എബിലിറ്റി ടു റിമൈൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം വിതൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ്, തെർമൽ എക്സ്പാൻഷൻ ഈസ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന പാർട്ടാണ് സേഫ്റ്റി ഫ്യൂസ്. Safety fuse is also an instrument that make use of the heating effect of electric current. കറണ്ടിന്റെ ഹീറ്റിംഗ് എഫക്റ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മറ്റൊരു ഉപകരണമാണ് എന്ത്? സേഫ്റ്റി ഫ്യൂസ്. ആദ്യം സേഫ്റ്റി ഫ്യൂസിന്റെ ഡിസ്ക്രിപ്ഷൻ ടെക്സ്റ്റിൽ നിന്നൊന്ന് വായിക്കാം. ഫ്യൂസ് വയർ ആൻഡ് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് is the main part of safety fuse. സേഫ്റ്റി ഫ്യൂസിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഫ്യൂസ് വയർ ആണ്. എന്തുകൊണ്ടാണ് ഈ ഫ്യൂസ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത്? ടിൻ ആൻഡ് ലെഡ്, ടിന്നും ലെഡും ഉപയോഗിച്ചാണ് ഫ്യൂസ് വയർ എന്ന സേഫ്റ്റി ഫ്യൂസിന്റെ മെയിൻ പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അലോയ്സ് ആർ യൂസ്ഡ് ടു മേക്ക് ഫ്യൂസ് വയർ. അലോയ്സ് ഉപയോഗിച്ചാണ് ഫ്യൂസ് വയർ ഉണ്ടാക്കുന്നത്. ഫ്യൂസ് വയർ ഹാസ് എ റിലേറ്റീവ്ലി ലോ മെൽറ്റിംഗ് പോയിന്റ്. ഫ്യൂസ് വയറിന് മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. In each circuit, the fuse wire should be used in accordance with the current flowing through it. എങ്ങനെയാണോ കറണ്ടിന്റെ അളവ് അനുസരിച്ചായിരിക്കും ഓരോ സർക്യൂട്ടിലും ഫ്യൂസ് വയർ ഉപയോഗിച്ചിരിക്കുന്നത്. Which are the circumstances that cause electric current leading to the melting of fuse wire? ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഫ്യൂസ് വയറിനെ മെൽറ്റ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ എന്ത് സിറ്റുവേഷൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡിങ്, ഇവയെല്ലാം എന്താണ്? ഫ്യൂസ് വയറിനെ മെൽറ്റ് ചെയ്യാൻ സഹായിക്കും.
ഈ ഫ്യൂസ് വയർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? നമ്മുടെ കറണ്ടിൽ ഓവർഫ്ലോയോ ഓവർലോഡിങ്ങോ ഷോർട്ട് സർക്യൂട്ടിങ്ങോ ഉണ്ടാവുന്ന സമയത്ത് ഈ എക്സസ് കറണ്ട് ഈ ഫ്യൂസ് വയറിൽ കൂടെ ആയിരിക്കും നമ്മളുടെ ഉപകരണത്തിലേക്ക് കറണ്ട് എത്തിക്കുന്ന ഇടയ്ക്ക് ഈ ഫ്യൂസ് വയർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, സേഫ്റ്റി ഫ്യൂസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം ഓവർലോഡിങ്ങിന്റെ സമയത്തോ ഷോർട്ട് സർക്യൂട്ടിങ്ങിന്റെ സമയത്തോ കൂടുതൽ കറണ്ട് ചെല്ലുന്ന സമയത്ത് ഈ ഫ്യൂസ് വയർ മെൽറ്റായി ആ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്തു. ഇത് ബ്രേക്ക് ചെയ്തത് മൂലം നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾക്കൊന്നും ഒരു കേടും സംഭവിക്കുകയില്ല. അപ്പൊ എന്താണ് ഓവർലോഡിങ്, എന്താണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് ഒരു ഡെഫിനേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോക്കി എല്ലാവരും. If the positive and the negative terminals of a battery on the two wires from the main come in contact without the presence of a resistance in between, they are said to be short circuited. അപ്പോൾ എപ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നത്? ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ കോണ്ടാക്ട് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വയറിന്റെ രണ്ട് എൻഡുകൾ തമ്മിൽ കോണ്ടാക്ട് വരുമ്പോഴാണ് ഷോർട്ട് സർക്യൂട്ടിങ് സംഭവിക്കുന്നത്. ഓവർലോഡിങ് സംഭവിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ സർക്യൂട്ടിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിലധികം ഉപകരണങ്ങൾ നമ്മൾ ഈ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് എക്സസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സമയത്താണ് ഓവർലോഡിങ് സംഭവിക്കുന്നത്. അപ്പൊ ഈ ഷോർട്ട് സർക്യൂട്ടിന്റെ സമയത്തും ഓവർലോഡിങ്ങിന്റെ സമയത്തും നമ്മൾ കറണ്ട് സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങൾ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ സമയത്ത് ഈ ഫ്യൂസ് വയർ നമ്മളെ സഹായിക്കുന്നു. എങ്ങനെയാണ് ഫ്യൂസ് വയർ നമ്മളെ സഹായിക്കുന്നത്? എക്സസ് കറണ്ട് ഉണ്ടാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ എക്സസ് കറണ്ടിനോടൊപ്പം തന്നെ ഹീറ്റും ഇൻക്രീസ് ചെയ്യും. ഈ നമ്മുടെ നോർമൽ ആയിട്ട് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ അളവ് ഹീറ്റ് ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് സറൗണ്ടിങ്സിലേക്ക് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ എക്സസ് കറണ്ട് ഉണ്ടാവുന്ന സമയത്ത് ഈ ഷോർട്ട് സർക്യൂട്ടിന്റെ സമയത്തോ ഓവർലോഡിങ്ങിന്റെ സമയത്തോ എക്സസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ എക്സസ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എത്ര എക്സസ് കറണ്ട് ഉണ്ടോ അത്രയും തന്നെ ഹീറ്റും ഇതിന്റെ കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും ഹീറ്റിനെയും കൂടി നമുക്ക് വെളിയിലേക്ക് കളയാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ അത് സർക്യൂട്ടിൽ കൂടെ തന്നെ ഫ്ലോ ചെയ്യും. നമുക്കറിയാം നമ്മുടെ സേഫ്റ്റി ഫ്യൂസിന്റെ ഫ്യൂസ് വയർ എന്ന മെയിൻ പാർട്ടിന്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഈ എക്സസ് ഹീറ്റ് പോകുന്ന സമയത്ത് ഈ മെൽറ്റിംഗ് വയർ മെൽറ്റ് ചെയ്ത് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യും. സർക്യൂട്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് കറണ്ട് അതുവഴി കടന്നു പോകത്തില്ല. കറണ്ട് പോകത്തില്ലേ നമ്മുടെ വീട്ടിൽ? അപ്പൊ ഈ സർക്യൂട്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് കറണ്ട് അങ്ങ് പോകും. അപ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ നമ്മുടെ സർക്യൂട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങളിലേക്ക് കറണ്ട് വരത്തില്ല. അതുമൂലം നമ്മുടെ ഉപകരണങ്ങൾ നശിച്ചു പോകാതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. ഓരോ വീട്ടിലും സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി ഈ സേഫ്റ്റി ഫ്യൂസിനെ കണക്ട് ചെയ്യാനായിട്ട് കുറെ അധികം പ്രിക്കോഷൻസ് നമുക്ക് എടുക്കേണ്ടതുണ്ട്. അതിന് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്താൽ മാത്രമേ അത് ഉപയോഗപ്രദമാവുകയുള്ളൂ. അപ്പൊ എന്തെല്ലാമാണ് ആ സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. The ends of the fuse wire must be connected firmly at appropriate point. നമ്മുടെ ഫ്യൂസ് വയറിന്റെ രണ്ട് എൻഡും കറക്റ്റ് പോയിന്റിൽ മാത്രമേ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. വേറെ പോയിന്റ് മാറ്റി കുത്തി കഴിഞ്ഞാൽ ഈ ഫ്യൂസ് വയർ വർക്ക് ആവത്തില്ല. സെക്കൻഡ് പോയിന്റ് എന്താണ്? The fuse wire should not project out of the carrier base. ഈ ഫ്യൂസ് വയർ കാരിയർ ബേസിന്റെ വെളിയിലേക്ക് പ്രൊജക്ട് ചെയ്യാൻ പാടില്ല. കാരിയർ ബേസിന്റെ ഫിഗർ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. അതാണ് കാരിയർ ബേസ്. ഈ കാരിയർ ബേസ് നമ്മളെ ഈ ഫ്യൂസറിനെ മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കുന്ന ഒരു കവചമാണ്. അപ്പൊ അതിന് മുകളിലേക്ക് അതിന് പുറത്തേക്ക് നമ്മുടെ ഫ്യൂസ് വയറിന്റെ ഒരു വയർ പോലും വെളിയിൽ കാണാനായിട്ട് പാടില്ല. ആൻഡ് ദ തേർഡ് മെത്തേഡ് ഈസ് use the fuse wire of proper amperage. Amperage എന്താണ്? റേഷ്യോ ഓഫ് വാട്ടേജ് ആൻഡ് വോൾട്ടേജ്. ഡബ്ല്യുവിന്റെയും വിയുടെയും തമ്മിലുള്ള ഡിവിഷൻ ആണ്. ഡബ്ല്യുവിനെ വി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആംപറേജ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ ആംപറേജ് ഉള്ള വയർ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഈ ആംപറേജിന്റെ ലെങ്ത് കൂടുന്തോറും നമ്മുടെ സർക്യൂട്ടിന്റെ വയറിന്റെ തിക്നെസ്സും കൂടും. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആംപറേജ് ഉള്ള ഫ്യൂസ് വയർ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി എക്സാമിന് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഫ്യൂസ് വയറിനെ നമ്മുടെ സർക്യൂട്ടിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, ഏത് രീതിയിലാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാം. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ സീരീസ് കണക്ഷനെ കുറിച്ചും പാരലൽ കണക്ഷനെ കുറിച്ചും പഠിച്ചായിരുന്നു അല്ലേ? അപ്പൊ ഈ ഫ്യൂസ് വയറിനെ സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ കണക്ട് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാം. ഫ്യൂസ് വയറിനെ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്.
How the fuse wire is connected in the circuit? സീരീസിലാണോ പാരലലാണോ? The fuse wire is connected in series. In circuit, fuse wire is connected in series. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക്കൽ പവറിനെ കുറിച്ചാണ്. നമ്മളൊരു ബൾബ് എടുക്കുക, ആ ബൾബിൽ 500 വാട്ട് 300 വാട്ട് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. എന്താണത്? അത് ആ ബൾബിന്റെ പവറിനെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ യൂഷ്വലി പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് W/T, വാട്ട്, ആ തന്നിരിക്കുന്ന വാട്ടേജിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൽ പവറിനെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് 3 ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 ഇക്വേഷൻസ് പഠിച്ചായിരുന്നു അല്ലെ? എന്തെല്ലാമായിരുന്നു? H is equal to I square RT, H is equal to VIT, H is equal to V square by R into T. അപ്പൊ ഈ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് 3ഉം കാണാതെ പഠിച്ചവർക്ക് എളുപ്പമായിരിക്കും. ഈ 3 ഇക്വേഷൻ നിന്ന് ടൈമിനെ അങ്ങ് എടുത്ത് മാറ്റിയാൽ മതി. H is equal to V square by R, H is equal to I square into R, H is equal to VI. അതിനകത്ത് നിന്നെല്ലാം എന്ത് ടൈമിനെ കളഞ്ഞാൽ മതി പവർ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ 3 ഇക്വേഷൻസ് വെച്ച് കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റിൽ കിടപ്പുണ്ട്. ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 22 എടുക്കുക. ആ 22 എന്ന പേജ് നമ്പറിൽ മേളിൽ കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. ഈ ഇക്വേഷനിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്നാണ് അവിടെ കിടക്കുന്നത്. അങ്ങനെ എങ്ങനെയാണ് എത്തുന്നതെന്നൊന്നും എക്സാമിന് ചോദിക്കത്തില്ല. ഇക്വേഷൻസ് 3ഉം നന്നായിട്ട് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an appliance of power 540 watt is used in a branch circuit. If the voltage is 230 volt, what is its amperage? അപ്പോൾ ആംപറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. W/V. W-നെ V കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ആംപറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ W എന്താണെന്ന് തന്നിട്ടുണ്ട്, V എന്താണെന്ന് തന്നിട്ടുണ്ട്. എന്താണ് W? W is equal to 540. V എത്രയാണ്? 230. അപ്പൊ 540/230. ആ സൈഡിലുള്ള 2 സീറോനെ വെട്ടിക്കളഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ആൻസർ എന്ത് കിട്ടും? 2.34A എന്ന് കിട്ടും. എല്ലാ ക്വസ്റ്റ്യന്റെയും അവസാനം യൂണിറ്റ് ഇട്ട് കൊടുക്കണം. നമ്മുടെ ആംപറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് A ആണ്. കറണ്ടിന്റെ യൂണിറ്റ് A തന്നെയാണ്. അപ്പൊ 2.34A എന്ന് കിട്ടും. ആ 2.34A നമുക്ക് വേണമെങ്കിൽ 2.4 എന്ന് എഴുതാം. 2.34 എന്ന് എഴുതിയിരുന്നാലും നമ്മുടെ ടെക്സ്റ്റിൽ വേറൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. A heating appliance has a resistance of 115 ohm. If 2A current flows through it, what is the power of the appliance? പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ? P is equal to I square R, P is equal to V square by R, P is equal to VI. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതൊക്കെ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ തന്നിട്ടുണ്ടോ അതെല്ലാം ആദ്യം ഒന്ന് എടുത്തെഴുതുക. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് നമുക്ക് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, കറണ്ട് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് എത്രയാണ്? 115 ഓം അല്ലെ? കറണ്ട് എത്രയാണ്? 2A. കറണ്ട് എത്രയാണ്? 2A. റെസിസ്റ്റൻസ് 115 ഓം. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് അറിയാം, കറണ്ട് അറിയാം. റെസിസ്റ്റൻസും കറണ്ടും അറിയാവുന്നത് വെച്ച് എങ്ങനെ പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് P is equal to I square R എന്ന ഇക്വേഷൻ വെച്ച് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? I square എന്താണ്? 2 square into R എത്രയാണ്? 115 ഓം. 2 square എന്ന് വെച്ചാൽ 2 into 2 4 into 115 is equal to 460. എന്താണ് യൂണിറ്റ്? വാട്ട് ആണ്. പവറിന്റെ യൂണിറ്റ് W ആണ്, വാട്ട് ആണ്. പവറിന്റെ യൂണിറ്റ് W ആണ്, ആംപറേജിന്റെ യൂണിറ്റ് A ആണ്, കറണ്ടിന്റെ യൂണിറ്റും A ആണ്, ഹീറ്റിന്റെ യൂണിറ്റ് ജൂൾ ആണ്, J ആണ്. എല്ലാത്തിന്റെയും യൂണിറ്റ് എഴുതാൻ മറന്നു പോകരുത്. യൂണിറ്റ് എഴുതുന്നതിന് 1 മാർക്കാണ് എക്സാമിന് കിട്ടുന്നത്. ഇനി അതിന്റെ അടിയിലായിട്ട് വേറൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിട്ടില്ല, ക്വസ്റ്റ്യൻ മാത്രമേ തന്നിട്ടുള്ളൂ. അത് നമുക്കൊന്ന് ചെയ്യാം. A current of 0.4A flows through an electric bulb working at 230 volt. What is the power of the bulb? So current എത്രയാണ്? 0.4A. വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട്. 230 വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് V അറിയാം, I അറിയാം. V യും I യും വെച്ചുള്ള ഇക്വേഷൻ ഏതുണ്ട്? H is equal to VI. VI എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. V യും I അറിയാവുന്ന ഇക്വേഷൻ ഏതാണ്?
P ഈസ് ഈക്വൽ ടു VI എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ V എന്ന് പറയുന്നത് 230 ആണ്, I എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 230 into 4 is equal to 92. എന്താണ് പവറിന്റെ യൂണിറ്റ്? W ആണ്. ക്യാപിറ്റൽ ലെറ്റർ W ആണ് പവറിന്റെ യൂണിറ്റ്. 230 into 4 is equal to 92 വാട്ട്. 92 W എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ്. ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇത്രയും നേരം നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഇനി നമ്മൾ ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രിക്കൽ എനർജിനെ നമുക്ക് ഡിഫറെന്റ് ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക്കൽ എനർജിനെ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അത് വെച്ചുള്ള ഇക്വേഷൻസ് പഠിച്ചു. ഹീറ്റിംഗ് എഫക്റ്റ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ടിനെ ലൈറ്റ് എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഉപകരണങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫിലമെന്റ് ലാംപ്സിന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും അല്ലെ? ഒരു ബൾബ്, ചുമന്ന ലൈറ്റ് തരുന്ന ഒരു ബൾബ്. പണ്ടത്തെ കാലത്തൊക്കെ അത് ഒരുപാട് നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഇപ്പൊ കൂടുതലും LED ബൾബ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഫിലമെന്റ് ലാംപ്സ് ഹാവ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഏർലിയർ ഡേയ്സ്. പണ്ട് നമ്മൾ ഒരുപാട് ഈ ഫിലമെന്റ് ലാംപ്സിനെ യൂസ് ചെയ്തിരുന്നു. ഈ ഫിലമെന്റ് ലാംപ്സിന് മെയിൻലി 3 പാർട്സ് ആണ് ഉള്ളത്. അതിന് ഫ്രണ്ടിലായിട്ടൊരു ഗ്ലാസ് കവർ കാണാൻ സാധിക്കും. പിന്നെ അതിന്റെ അകത്തുള്ള ഫിലമെന്റിന് പറയുന്ന പേരാണ് ടങ്സ്റ്റൺ. ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഫിലമെന്റ് ആണ് ഈ ഫിലമെന്റ് ലാമ്പിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് കോപ്പർ വയർ. കോപ്പർ വയറും ആ ടങ്സ്റ്റൺ ഫിലമെന്റിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഫിലമെന്റ് ലാംപ്സിന് നമ്മൾ ഇൻകാൻഡസെന്റ് ലാംപ്സ് എന്നാണ് പറയുന്നത്. ഇൻകാൻഡസെന്റ് ലാംപ്സ്. ഇൻകാൻഡസെന്റ് എന്ന വാക്കിന്റെ മീനിങ് ഗ്ലോയിങ് വിത്ത് ഹീറ്റ്. ചൂടോടെ കത്തുന്ന ലൈറ്റ് എന്നാണ് ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ മീനിങ്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിനകത്ത് ഈ ഇൻകാൻഡസെന്റ് ലാമ്പിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിക്കാം. ഇൻകാൻഡസെന്റ് ലാംപ്സ്. In normal voltages, the filament becomes white hot and gives out white light. നമ്മൾ സാധാരണ വോൾട്ടേജിൽ സാധാരണയായിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഫിലമെന്റ് എന്ത് ഫിലമെന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഫിലമെന്റ് ആണ് ഈ ഇൻകാൻഡസെന്റ് ലാമ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഫിലമെന്റിന് എന്ത് സംഭവിക്കും? ഇറ്റ് ബിക്കംസ് വൈറ്റ് ഹോട്ട് ആൻഡ് എമിറ്റ് ഔട്ട് വൈറ്റ് ലൈറ്റ്. അത് വൈറ്റ് ഹോട്ടായി വൈറ്റ് ലൈറ്റിനെ എമിറ്റ് ചെയ്യും. Such bulbs are the incandescent lamps. Incandescent എന്ന വാക്കിന്റെ മീനിങ് ആണ് glowing with heat. ചൂടോടെ കത്തുന്ന ലൈറ്റ് എന്നാണ് incandescent ലാമ്പിന്റെ മീനിങ്. Filaments made of metal tungsten are used in them. എന്ത് മെറ്റലാണ് ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്? ടങ്സ്റ്റൺ എന്ന് പറയുന്ന മെറ്റലാണ് ഫിലമെന്റ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. Tungsten can become white hot and emit white light for a long time. Tungsten white hot conditionൽ white lightനെ ഒരുപാട് നേരം എമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. In order to avoid oxidation of tungsten, the bulb is evacuated. ബൾബിനെ ഇവാക്യുവേറ്റ് ചെയ്യുന്നു. അതിനകത്ത് എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിനെ എല്ലാം വെളിയിലെടുത്ത് കളയും. Vaporization can be reduced by filling some inert gas at low pressure inside the bulb. Nitrogen is usually used for this purpose now. അപ്പൊ ഈ ഇൻകാൻഡസെന്റ് ലാമ്പിൽ എന്ന പാർട്ട് അത്ര ഇമ്പോർട്ടന്റ് പാർട്ടൊന്നുമല്ല. അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ മീനിങ് എന്താണ്? ഇൻകാൻഡസെന്റ് വാക്കിന്റെ മീനിങ് എന്താണ്? ഗ്ലോയിങ് വിത്ത് ഹീറ്റ്. ചൂടോടെ കത്തുന്നത് എന്നാണ് ഇൻകാൻഡസെന്റ് എന്ന വാക്കിന്റെ മീനിങ്. എന്ത് ഫിലമെന്റ് ആണ് ഈ ഇൻകാൻഡസെന്റ് ലാമ്പിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കാം. എന്ത് ഫിലമെന്റ് ആണ്? ടങ്സ്റ്റൺ എന്ന് പറയുന്ന ഫിലമെന്റ് ആണ് ഈ ഇൻകാൻഡസെന്റ് ലാമ്പിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വേപ്പറൈസേഷൻ കുറയ്ക്കാനായിട്ട് ഏത് ഇനേർട്ട് ഗ്യാസ് ആണ് ഈ ഇൻകാൻഡസെന്റ് ലാമ്പിൽ ഫിൽ ചെയ്യുന്നതെന്ന് ചോദിക്കാം. ഏത് ഇനേർട്ട് ഗ്യാസ് ആണ്? നൈട്രജൻ എന്ന് പറയുന്ന ഇനേർട്ട് ഗ്യാസ് ആണ് ഈ ഇൻകാൻഡസെന്റ് ലാമ്പിൽ വേപ്പറൈസേഷൻ കുറയ്ക്കാനായിട്ട് ഫിൽ ചെയ്യുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മൾ പഠിച്ചു നേരത്തെ ഹീറ്റിംഗ് കോയിലെല്ലാം നിക്രോം ആയിരുന്നു മെയിൻ പാർട്ടായിട്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മളിപ്പോ ഇൻകാൻഡസെന്റ് ലാമ്പ് പഠിക്കുമ്പോൾ അതിനകത്ത് എന്താണ്? ടങ്സ്റ്റൺ എന്ന ഫിലമെന്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്?
Nichrome has the ability to become red hot condition. നിക്രോമിന് റെഡ് ഹോട്ട് കണ്ടീഷൻ ആകാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ബട്ട് നമ്മുടെ ടങ്സ്റ്റൺ ഫിലമെന്റിന് എന്താണ്, വൈറ്റ് ഹോട്ട് കണ്ടീഷനിൽ ഒരുപാട് നേരം കത്തി നിൽക്കാനായിട്ട് സാധിക്കും. ടങ്സ്റ്റന് ചില പെക്യുലാരിറ്റീസ് ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എന്തെല്ലാമാണ് ടങ്സ്റ്റന്റെ പെക്യുലാരിറ്റീസ് എന്ന് നമുക്ക് നോക്കാം. What properties of tungsten make it suitable for being used as a filament? നമ്മുടെ ഇൻകാൻഡസന്റ് ലാമ്പിൽ ടങ്സ്റ്റന് ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിന് മെയിൻ കാരണങ്ങൾ എന്തെല്ലാമാണ്? പോയിന്റ്സ് നോക്കിക്കേ. ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻസ്. എന്തെല്ലാമാണ്? ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ഡക്റ്റിലിറ്റി, എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് ഇൻ ദ വൈറ്റ് ഹോട്ട് കണ്ടീഷൻസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, നമ്മൾ പറഞ്ഞു ഏർലി ഡേയ്സിൽ ഇൻകാൻഡസന്റ് ലാമ്പ് അഥവാ ഫിലമെന്റ് ലാമ്പ്സ് ആയിരുന്നു കൂടുതലായിട്ടും യൂസ് ചെയ്തിരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളെല്ലാം ഇപ്പൊ LED വന്നത്? അപ്പൊ നമ്മുടെ ഇൻകാൻഡസന്റ് ലാമ്പ് ഹീറ്റ് എനർജിയെ കളയുന്നത് കൊണ്ട്, നഷ്ടമാക്കി കളയുന്നത് കൊണ്ടാണ് നമ്മൾ ഇൻകാൻഡസന്റ് ലാമ്പ് ഒരുപാടായിട്ട് യൂസ് ചെയ്യാത്തത്. അതിന് ലൈഫ് സ്പാനും കുറവാണ്. അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് കറണ്ടിന് വലിച്ചെടുക്കുകയും ചെയ്യും ഈ ഇൻകാൻഡസന്റ് ലാമ്പ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്കവാറും പേര് ഇപ്പൊ LED ബൾബിലേക്കും ട്യൂബ് ലൈറ്റിലേക്കും ഒക്കെ മാറിക്കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ എന്തെല്ലാമാണ് പഠിച്ചത്? ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയുടെ യൂസസ്, അത് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പഠിച്ചു. അവയുടെ മെയിൻ പാർട്ടായ നിക്രോമിനെ കുറിച്ച് പഠിച്ചു. നിക്രോമിന്റെ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ച് പഠിച്ചു. സേഫ്റ്റി ഫ്യൂസ് പഠിച്ചു. സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് പഠിച്ചു. ഫ്യൂസ് വയറിനെ കുറിച്ച് പഠിച്ചു. പിന്നെ ഫ്യൂസ് വയർ എങ്ങനെയെല്ലാമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഓവർലോഡിങ് എന്താണ്, ഷോർട്ട് സർക്യൂട്ടിംഗ് എന്താണെന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ലൈറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിച്ചു. പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 3 ഇക്വേഷൻസ് പഠിച്ചു. പിന്നെ നമ്മൾ ഇൻകാൻഡസന്റ് ലാമ്പിനെ പറ്റി പഠിച്ചു. ഇനി ഒരു അല്പം കൂടി ഈ പാഠം നമുക്ക് ബാക്കി നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാനുള്ള സമയമായി. കുറച്ചുകൂടി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അപ്പൊ ഇനി അടുത്തൊരു പാർട്ട് കൂടി ആകുമ്പോഴത്തേക്ക് ഈ ചാപ്റ്റർ തീരും. അപ്പൊ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാനെടുത്ത വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത പാർട്ടുമായി അടുത്ത ദിവസം കാണുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.